പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് കുറച്ച് കണക്ക് പഠിച്ചാലോ. അതായത് നമ്മൾ 5⁻0 എന്ന് പറഞ്ഞ ആൻസർ 1. അടുത്ത് 10⁻0 എന്ന് പറഞ്ഞാൽ അർത്ഥം ആൻസർ 1. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു എന്ന് കുട്ടിയെ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് അത് ചില ഉദാഹരണത്തിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്കിവിടെ ഒരു സംഖ്യ എഴുതാം. 3726. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് മാറ്റാം. അതായത് ഈ സംഖ്യയെ നമ്മൾ എങ്ങനെയാണ് വായിക്കുക? 3000. അപ്പോൾ 3 ഗുണം 1000 അല്ലേ? അതായത് 1, 10, 100, 1000. അപ്പോൾ 1000 എന്നുള്ളത് 3 ഗുണം 1000 പ്ലസ് 1, 10, 100. അപ്പോൾ 7 എന്ന് പറയുന്നത് 700. അപ്പോൾ 7 ഗുണം 100. അടുത്ത് 2 എന്ന് പറയുന്നത് 1, 10, രണ്ടാം സ്ഥാനം. അപ്പോൾ 2 ഗുണം 10. അടുത്ത് 6 ഗുണം, ഇത് 10ാം സ്ഥാനമാണോ? അല്ല, ഒറ്റയുടെ സ്ഥാനമാണ്. അവിടെയാണ് 10 0. അതായത് ഇവിടെ 10 ഇല്ല. അപ്പോൾ എത്രയാണ് അർത്ഥം? 1, ഒറ്റയുടെ സ്ഥാനം. അതാണ് 10⁻0 ആയത്. അപ്പോൾ 3 ഗുണം 1000 3000. അതായത് 3 ഗുണം എത്ര 10 ഉണ്ട്? 3 0. അപ്പം 1, 10, 100, 1000. 3000 എന്ന് പറഞ്ഞാൽ 3 ഗുണം 10⁻3. അപ്പോൾ 3 10. അടുത്ത് 700. അപ്പോൾ 700 എന്ന് പറയുമ്പം 7 ഗുണം എത്ര 10 ഉണ്ട്? 2, 10. 10 ഗുണം 10 100. അപ്പോൾ 10⁻2, അതായത് 10². അപ്പോൾ നമുക്ക് 10² എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര 0 ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പം 10 ഗുണം 10 ആണെന്ന് നമ്മൾ മനസ്സിലാവും. അടുത്ത് 2 ഗുണം 10 20. അപ്പോൾ എന്താവും? 2 ഗുണം എത്ര 10 ഉണ്ട്? 1 10. 1 10 ആകുമ്പോൾ നമ്മൾ സാധാരണ എഴുതൂല. ഇത് നമുക്ക് മനസ്സിലാവാൻ. ഇനി അടുത്ത് എത്രയാണ്? 6. അപ്പോൾ 6 എന്ന് പറയുന്നത് 6 ഗുണം 10⁻0. അതാണ് 6. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? 3 ഗുണം 10⁻3 പ്ലസ് 7 ഗുണം 10⁻2, അതായത് 10² പ്ലസ് 2 ഗുണം 1 10. അടുത്ത് അധികം 6 ഗുണം 10⁻0. അപ്പം 10⁻0 എങ്ങനെ കിട്ടി എന്ന് മനസ്സിലായി അല്ലേ? അതായത് 6 ഗുണം 1 അപ്പോൾ 6. 2 ഗുണം 10 20. 7 ഗുണം 10² അതായത് 100. അപ്പോൾ 7 ഗുണം 100 700. 3 ഗുണം 10³ 10 ഗുണം 10 ഗുണം 10 അതാണ് 10³ അപ്പോൾ 3 ഗുണം 10³ എന്ന് വെച്ചാൽ 3 ഗുണം 1000. അപ്പോൾ 3000. അപ്പോൾ 3726. അപ്പോൾ അതിന് ഈ ഫോമിലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് 3726
726. അപ്പോൾ എത്ര വലിയ സംഖ്യ ആയാലും നമുക്ക് ഇതുപോലെ ചുരുക്കി എഴുതി സംഖ്യയെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു സംഖ്യ എഴുതാം. 6375. 6000 നിന്ന് കിട്ടിയ എങ്ങനെ? ഇവിടെ ഒറ്റ 10 100 1000, അതാണ് 6000. 6 ഗുണം, ഇവിടെ എത്ര പത്തുകളുണ്ട്? 3 പത്തുകൾ കാണും. അപ്പോൾ 10 ഗുണം 10 ഗുണം 10 ആണ് 1000. അപ്പോൾ 6 ഗുണം 10³ പ്ലസ് ഒറ്റ 10 100. അപ്പോൾ 3 ഗുണം 100ന് എത്ര 10 കാണും? 2 10. അടുത്ത് 7 ഗുണം 7ൽ എത്ര 10 ഉണ്ട്? 1 10. അപ്പോൾ 5 ഗുണം 5ൻ്റെ അകത്ത് 10കൾ ഇല്ല. അപ്പോൾ ആൻസർ 1. അപ്പോൾ നമുക്കിതെങ്ങനെ വായിക്കാൻ പറ്റും? 6375. അങ്ങനെ നമുക്ക് ഈ സംഖ്യയുടെ എക്സ്പോണൻഷ്യൽ ഫോമിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ വായിക്കാൻ പറ്റും. സംഖ്യകൾ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫോം കണ്ടുപിടിക്കാനും എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പുതിയ ഒരു കണക്കുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും സ്നേഹവന്ദനം.